വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ സോയാ സോസും 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളത് ഓയിലിൽ വെച്ച് വറുത്തെടുക്കുക. ഇവിടെ നമ്മൾ 1.5 കിലോളം അരി എടുത്തിട്ടുണ്ട്. ഇതിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് അത് 10 മിനിറ്റ് നേരം കുതിർത്താനിടുക. ഇവിടെ ഏലക്ക, പട്ട, അതുപോലെ ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാനിട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ നേരത്തെ എടുത്ത് വെച്ച ഏലക്ക, പട്ട, കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി അത് ചൂടാക്കാൻ വേണ്ടി വെക്കുക. ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്താൻ വെച്ച അരി വെള്ളം മാറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു ഉരുളി വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ബീൻസ് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി ഇത് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വാട്ടി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മുട്ട പൊരിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതിനുശേഷം 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. ഇനി 4 സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച അരി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് സപ്പോർട്ട്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.